നല്ല വിളവ് ലഭിച്ച മലയോര മേഖലയിലെ പഴവർഗ്ഗ കർഷകർ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുകയാണ്. സംസ്ഥാനത്തെ പ്രധാന പഴവിപണികളിലൊന്നായ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് തടസ്സപ്പെട്ടതോടെ മാംഗോസ്റ്റീൻ, റംബൂട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയ പഴങ്ങൾക്ക് വിപണിയിൽ വില കുത്തനെ ഇടിഞ്ഞു. വിളവെടുപ്പ് സീസണിന്റെ മധ്യത്തിലുണ്ടായ കയറ്റുമതി പ്രതിസന്ധി കർഷകരെ കൂടുതൽ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. നേരത്തെ വിദേശ വിപണിയിലും രാജ്യത്തെ പ്രധാന നഗരങ്ങളിലുമായി കിലോയ്ക്ക് 800 രൂപ വരെ വില ലഭിച്ചിരുന്ന മാംഗോസ്റ്റീൻ ഇപ്പോൾ 150 മുതൽ 200 രൂപ വരെയാണ് വിൽക്കപ്പെടുന്നത്. ആവശ്യക്കാർ കുറഞ്ഞതോടെ കർഷകർ പാതയോര വിപണികളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ മഴ ശക്തമായതോടെ വിൽപ്പന തീരെ കുറഞ്ഞ സ്ഥിതിയാണ്. ഈ വർഷം നല്ല വിളവ് നന്നായിട്ടുണ്ടായിരുന്നു. ഉണക്ക് കൂടുതലാണെങ്കിലും വിളവ് കൂടുതലുണ്ടായിരുന്നു. പക്ഷേ വിപണിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഇവിടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അങ്ങനെയാണല്ലോ പൊതുവെ. വാഴയാണേലും മംഗോഷനാണേലും റംബൂട്ടാനാണേലും വിപണി സാധ്യതയാണ് പ്രശ്നം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി റബ്ബർ കൃഷിയിൽ നിന്നും മാറി ഫലവർഗ കൃഷിയിലേക്ക് തിരിഞ്ഞ നിരവധി കർഷകർ വലിയ പ്രതീക്ഷയോടെയാണ് കൃഷി വ്യാപിപ്പിച്ചത്. എന്നാൽ കയറ്റുമതി നിലച്ചതോടെ ആഭ്യന്തര വിപണിയിൽ പഴങ്ങളുടെ ലഭ്യത വർദ്ധിക്കുകയും വില ഇടിയുകയും ചെയ്തു. ഇതിനൊപ്പം 2 ആഴ്ചയായി തുടരുന്ന കനത്ത മഴയും തിരിച്ചടിയായി. വ്യാപകമായ കായ്ക്കൊഴിച്ചൽ മൂലം ഉൽപാദന നഷ്ടവും വർദ്ധിച്ചു. വൻ തുക മുടക്കി കൃഷിയിറക്കിയ കർഷകർക്ക് ഉൽപാദന ചെലവ് പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ് നിലവിൽ. യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള മലയോര മേഖലയിലെ കർഷകരുടെ ജീവിതത്തെയും ബാധിച്ചിരിക്കുകയാണ്. വിപണി പുനഃസ്ഥാപിക്കാനും കർഷകരെ സംരക്ഷിക്കാനുമായി അടിയന്തര ഇടപെടൽ വേണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.